കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബാക്കി വന്ന ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ദോശമാവ് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന മാവ് കൊണ്ട് ഈവനിങ് സ്നാക്കായിട്ട് ഇത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 1.25 കപ്പാണ് ബാക്കി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബാക്കി വന്നത് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ദോശമാവാണെങ്കിലും ഇഡ്ഡലി മാവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് ഞാൻ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുക. അപ്പം ഞാനിതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പം നമ്മൾ എടുക്കുന്നതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് കടലമാവിന് മാറ്റം വരും. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ആ ലെവൽ വരേക്കും നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ദോശമാവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും, ഇഡ്ഡലി മാവാണെങ്കിൽ കുറച്ച് മതിയായിരിക്കും. അപ്പോൾ ഇതിൽ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വിസ്ക് വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതിലെ കട്ടയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോള കുത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി ചെറിയൊരു എരിവിന് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് എരിവ് വേണമെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി വേണമെങ്കിലും ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് ഇതൊന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂണിൽ ഇങ്ങനെ കുറച്ചായിട്ടൊന്ന് കോരി ഒഴിച്ചാൽ മതി. അപ്പോൾ അതിൽ നല്ല ഷേപ്പിലൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത് കുഴപ്പമില്ല, എന്തായാലും നല്ല ടേസ്റ്റാണുള്ളത് ഇതിനുള്ളത്. പിന്നെ ഇത് ഉഴുന്നൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം അതിൻ്റെ ഒരു സൈഡ് കളർ മാറുമ്പോഴത്തേനും അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഉഴുന്നുവടയുടെ ടേസ്റ്റൊക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പിന്നെ ഒത്തിരി ദിവസം ദോശമാവ് തിന്നാനും നമുക്ക് പറ്റില്ലല്ലോ. ഒരു ദിവസം തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് താല്പര്യം കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഈ സ്നാക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.